ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കേസ് തന്നെയാണ് കേട്ടോ. 2-3 ദിവസം എന്നല്ല, ഏകദേശം ഇപ്പോൾ 7 മന്തായിട്ട് ഹോസ്പിറ്റൽ കേസാണ്. അറിയാത്തവർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ 7 മന്ത് പ്രഗ്നൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ പോണത് എനിക്ക് വേണ്ടിയിട്ട്, ആരിനും വേണ്ടിയിട്ടോ അല്ല, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അമ്മയ്ക്കും ചെറിയ ബുദ്ധിമുട്ടുള്ള ആൾ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ കാണിക്കണത്. അപ്പോൾ അമ്മയ്ക്ക് സ്കാൻ ചെയ്ത് ECG എക്കോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ അബ്ഡോമൻ സ്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണത് ടൗൺ ഹാളുള്ള നമ്മുടെ ലിസിയുടെ അടുത്തുള്ള ഒരു ലാബിലേക്കാട്ടോ പോണത്. അപ്പോൾ നമ്മുടെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ വിചാരിച്ചു വെച്ചാൽ ചങ്ങമ്പുഴ പാർക്കിൽ പോയിട്ട് അവിടെ നിന്ന് മെട്രോയിൽ പോകാമല്ലോ. എന്നിട്ട് ടൗൺ ഹാളിൽ നിന്ന് കുറച്ച് നടക്കേണ്ട ദൂരമല്ലേ ഉള്ളൂ. പിന്നെ ഞാനും അവനും അല്ലേ ഉള്ളത്. അങ്ങനെ അപ്പോൾ മെട്രോയിൽ പോവുകയാണെങ്കിൽ സുഖമാണല്ലോ. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് എത്തുകയും ചെയ്യും. ബ്ലോക്ക് കാര്യങ്ങൾ, പിന്നെ അവനെടുത്തുകൊണ്ട് അങ്ങനെ അധിക ദൂരം നടക്കണ്ട, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവൻ അധികം നടക്കണ്ട. അപ്പോൾ എക്സലേറ്റർ പറഞ്ഞാൽ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ എക്സലേറ്ററൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കണം കേട്ടോ. പ്ലാറ്റ്ഫോം തൃപ്പൂണിത്തുറ ആ ഭാഗത്തേക്കല്ലേ പോകേണ്ടത്, ടൗൺ ഹാള് പറയുമ്പോൾ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ. എന്നിട്ട് അങ്ങനെ പ്ലാറ്റ്ഫോമൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ എങ്ങനെയായാലും അവൻ എക്സലേറ്റർ ഭയങ്കര ഇഷ്ടമാണ്. ഹായ് പറയൂ. നണീറ്റോ. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമൊക്കെ കടന്ന് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് എക്സലേറ്ററൊക്കെ കടന്ന് പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഇങ്ങനെ വിസിലൊക്കെ കൂട്ടി പറയുന്നുണ്ട്, കുട്ടിയെ ശ്രദ്ധിക്കൂ, ഈ യെല്ലോ ലൈനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ മെട്രോ വന്നു. അങ്ങനെ മെട്രോ നേടിട്ടായിരുന്നു. അങ്ങനെ മെട്രോയിൽ കയറി കേട്ടോ. അപ്പോൾ അവനെ എങ്ങനെ മെട്രോയിൽ കയറുകയാണെങ്കിൽ അവനെ ഗ്ലാസിൻ്റെ സൈഡിൽ ഇരിക്കണം. എന്താ വെച്ചാൽ കാഴ്ചയൊക്കെ കണ്ടു പോണത് അവന് ഇഷ്ടമാണ്. അവൻ എൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവനെ കൊണ്ട് കയറണോണ്ട് ഞങ്ങൾക്ക് സീറ്റ് ഇല്ലെങ്കിൽ പോലും സീറ്റ് കിട്ടും. ആരെങ്കിലൊക്കെ അവനെ എടുത്തുകൊണ്ട് കയറണ കണ്ട് അവർ ഞങ്ങൾക്ക് ഒഴിഞ്ഞു തരും. അപ്പം മൂപ്പര് വേഗത കണ്ടോ ഇതേപോലെ സീറ്റിൻ്റെ അടുത്താട്ടോ നിൽക്കാറുള്ളൂ. അവനെ ഭയങ്കര ഇഷ്ടമാണ്. എടുക്കാനെന്ന് വെച്ചാൽ താഴത്തേക്കുള്ള നമ്മൾ മെട്രോൻ്റെ ഉള്ളിൽ നിന്ന് താഴത്തോട്ടുള്ള വ്യൂ നല്ലൊരു രസമല്ലേ. അപ്പോൾ അവനത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ലാബിലേക്ക് എത്താനായി. ഇതാണ് ലിസി ഹോസ്പിറ്റലിലേക്കുള്ള വഴി. അപ്പോൾ ആശാന് വെള്ളം വേണം പറഞ്ഞിട്ട് അപ്പോൾ അമ്മ വെള്ളം മേടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിട്ട് ഞങ്ങൾ അമ്മയ്ക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ സ്കാൻ സെൻറ്ററിൽ എത്തി. സ്കാൻ ചെയ്തു. ആ അമ്മയുടെ അടുത്ത് 2-3 പേരുണ്ടായിരുന്നു, വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മേനെ വിളിച്ചു കേട്ടോ. പക്ഷേ അമ്മേനെ വിളിക്കൽ കഴിഞ്ഞിട്ട് അമ്മേനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. കാരണം എന്ന് വെച്ചാൽ അബ്ഡോമൻ്റെ സ്കാനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വെള്ളം വേണമല്ലോ. അപ്പോൾ വയറ്റിൽ വെള്ളം കുറവാണ്, വെള്ളം കുടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അമ്മേനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ അങ്ങനെ അവർ വിളിച്ചു കേട്ടോ അമ്മേനെ. സ്കാൻ ചെയ്യാൻ ടൈമായി, വെള്ളമൊക്കെ കുടിച്ച് ഫുള്ളായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ലാബിനകത്ത്, സ്കാൻ സെൻ്ററിൻ്റെ അകം കാണാൻ വേണ്ടിയിട്ട്. TV ഒക്കെ വലിയൊരു സ്ക്രീനുള്ള TV, അതേപോലെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവന് കുറേ നേരം TV കണ്ടുകൊണ്ടിരിക്കും, കുറേ നേരം എൻ്റെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ബോറടിച്ചപ്പോൾ ലാബിൻ്റെ പുറത്ത് നല്ല സീനറി ആയിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവിടെ നിന്നുള്ള ഫോട്ടോസാട്ടോ ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അകത്ത് പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് ഡീറ്റെയിൽഡായിട്ട് നോക്കേണ്ട ഒരു സ്കാനാണല്ലോ അബ്ഡോമൻ എന്ന് പറയുന്നത്. എന്ത് കഴിക്കാൻ? എന്താ വേണ്ടേ? എന്താ വേണ്ടേ?
അങ്ങനെ സ്കാനൊക്കെ ചെയ്ത് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് രാശാന 2 ദോശയൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.